സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു. ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു. മംഗളം മംഗളമേ സോദരരെ, മംഗളം മംഗളമേ ഇവരെ നന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വം മംഗളമേ. ജഗദീശ ഈ ഭവനത്തെ എന്നമേ കാക്കണമേ, ഇവരെ നന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വം മംഗളമേ. മലയാളികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളല്ലെന്നും സ്വന്തം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് ചെയ്യുന്നവരാണെന്നും ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. 2021 LDF 99 സീറ്റ് കൊടുത്ത അതേ മലയാളിയാണ് 2026 UDF 102 സീറ്റ് കൊടുത്തത് എന്നതാണ് തെളിവ്. മലയാളികളിൽ ഇത്ര ശതമാനം ഞങ്ങളുടെ പാർട്ടിക്കാരാണ് എന്ന് അവകാശപ്പെടാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. പാർട്ടിയിലെ രജിസ്റ്റേർഡ് അംഗസംഖ്യ പോലും പാർട്ടി ബലത്തിന്റെ തെളിവാകില്ല എന്നർത്ഥം. എല്ലാ തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ മാറി മറിഞ്ഞല്ലേ വോട്ട് എന്ന് വാദിക്കാമെങ്കിലും മുൻപൊന്നും ഇത്രയും വ്യക്തമായി ജനവികാരം പ്രകടമായിട്ടില്ല. അതാണ് 102-35 എന്ന സർവകാല റെക്കോർഡിന്റെ കാരണം. ഈ തെരഞ്ഞെടുപ്പിൽ LDF പതനവും UDF വിജയവും കേരളം ഏറ്റവും ആഗ്രഹിച്ചതാണ്. അതിപ്പോൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ചില വിജയങ്ങളും ചില പരാജയങ്ങളും പ്രത്യേകം ആഘോഷിക്കേണ്ടതുണ്ട്. 1. പയ്യന്നൂർ. പാർട്ടി ഗ്രാമം എന്ന് കൊട്ടിഘോഷിച്ച ചുവപ്പിന്റെ സ്വന്തം നാട് എന്ന് വീമ്പിളക്കിയ പയ്യന്നൂരിന്റെ മണ്ണിൽ അടിത്തറ മാന്തി തൂണ് പിഴുത് കൊടിമരം കടമുഴക്കി ഒരു വൻ ചരിത്രമെഴുതി വി കുഞ്ഞികൃഷ്ണൻ. കേരള സംസ്ഥാനം രൂപം കൊണ്ടതു മുതൽ CPM അല്ലാതെ മറ്റൊരു പാർട്ടിക്കും തലപൊക്കാൻ കഴിയാതിരുന്ന പയ്യന്നൂരിൽ പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണൻ CPM സിറ്റിംഗ് MLA മധുസൂദനനെ പുറത്തെറിഞ്ഞുകൊണ്ടാണ് CPM കരണക്കുറ്റിക്ക് കനത്ത ഒരിടി കൊടുത്തത്. ഇവിടെ പാർട്ടി പറയുന്നത് മാത്രമേ നടക്കൂ എന്ന CPM ധാർഷ്ട്യത്തെ അദ്ദേഹം തകർത്തു കളഞ്ഞു. വോട്ട് ചെയ്യേണ്ടത് ആർക്കെന്ന് ലോക്കൽ കമ്മിറ്റി തീരുമാനിക്കുമെന്ന ഗുണ്ടായിസം, വേറെ കുടി പിടിച്ചാൽ വീട് കത്തിക്കുമെന്ന ഭീഷണി, ഇവയൊക്കെ നേരിട്ട് വി കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തോട് ചോദിച്ചു. ഇത് ഇന്ത്യയോ കൊറിയയോ? അതിന്റെ ഉത്തരം ജനമാണ് കൊടുത്തത്. പാർട്ടി ഗ്രാമത്തെ ഒറ്റ ദിവസം കൊണ്ട് ജനങ്ങളുടെ ഗ്രാമമാക്കി മാറ്റിയവർ. രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ ഉണ്ടാക്കിയ ചോരക്കച്ചവടത്തിന്റെ കണക്ക് പുസ്തകം കീറി രക്തസാക്ഷികളുടെ ഫോട്ടോ വെച്ച് പിരിച്ച കോടികൾ മുക്കിയ നേതൃത്വത്തെ അയാൾ തുണി ഉരിച്ചു കാട്ടി. വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് ഓലപ്പുര, ഫണ്ട് പിരിച്ച സഖാവിന് 3 നില മാളിക. കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു, ചോരയ്ക്ക് എന്താ വില സഖാവേ? നിങ്ങളുടെ ബെൻസിന്റെ EMI ആണോ? പയ്യന്നൂരിലെ ജനം മറുപടി കൊടുത്തു, ഇത് വെറും തോൽവിയല്ല, രക്തസാക്ഷി കച്ചവടത്തിന്റെ ചരമക്കുറിപ്പാണ്. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടു എന്ന് കേട്ടപ്പോൾ ഇവൻ തീർന്നു എന്ന് AKG സെന്റർ പരിഹസിച്ചു. എന്നാൽ പാർട്ടി വിട്ടാൽ ജീവിതം തീർന്നു എന്ന മിത്ത് കുഞ്ഞികൃഷ്ണൻ പൊളിച്ചടുക്കി. ഒറ്റപ്പെടുത്തും, കേസിൽ കൊടുക്കും, കട പൂട്ടിക്കുമെന്ന ഭീഷണികളെ അയാൾ പുല്ലുപോലെ നേരിട്ടു. ഓരോ വീടും കയറിയിറങ്ങി ഓരോ മനുഷ്യനോടും പറഞ്ഞു, ഞാൻ പാർട്ടി വിട്ടു, പക്ഷെ നിങ്ങളെ വിട്ടിട്ടില്ല, നിങ്ങളാണ് എന്റെ പാർട്ടി. സംഘടനാ അച്ചടക്കത്തിന് പേര് കേട്ട പാർട്ടിക്കുള്ളിൽ, പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും ശക്തമായ കോട്ടകളിൽ ഒന്നിൽ കുഞ്ഞികൃഷ്ണന്റെയും TK ഗോവിന്ദന്റെയും ശബ്ദം വിയോജിപ്പിന്റെ അപൂർവ പ്രകടനമായി മാറി. പാർട്ടിയിലെ അഴിമതികൾക്കെതിരെ പ്രതികരിച്ചതിന് ഈ വർഷം ആദ്യം പുറത്താക്കപ്പെട്ട CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ സിറ്റിംഗ് MLA മധുസൂദനെതിരെ പയ്യന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് മാർച്ച് 16 തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു. അവിടുത്തെ ഏറ്റവും പ്രോമിസിംഗ് കാൻഡിഡേറ്റായി UDF അദ്ദേഹത്തെ വരവേറ്റു എന്നതായിരുന്നു ഇതിലെ മാജിക്. മധുസൂദനെ പുനർനാമകരണം ചെയ്യാൻ CPIM തീരുമാനിച്ചതോടെ മത്സര രംഗത്ത് ഇറങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷത്തിനെതിരായി പോരാടാൻ ഏറ്റവും യോഗ്യനായ ഒരുവനെ ഇടതുപക്ഷം തന്നെ ഒരുക്കി കളത്തിലിറക്കി എന്നതാണ് ഇതിലെ ക്രൂരമായ തമാശ. തളിപ്പറമ്പിലെ മുതിർന്ന CPIM നേതാവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ TK ഗോവിന്ദനും പാർട്ടിയുമായുള്ള ബന്ധം തകർന്നപ്പോൾ സ്ഥാനങ്ങൾ രാജിവെച്ച് പാർട്ടി സ്ഥാനാർത്ഥി PK ശ്യാമളയ്ക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. CPM സെക്രട്ടറി MV ഗോവിന്ദൻ 3 വട്ടം ജയിച്ച മണ്ഡലത്തിൽ, എന്നാൽ ഇനി കെട്ടിയോളെ അസംബ്ലിയിൽ എത്തിക്കാമെന്ന മോഹത്തിൽ ഗോവിന്ദൻ നിർത്തിയ ഭാര്യ ശ്യാമളയെ തറപറ്റിച്ചത് 6 പതിറ്റാണ്ടുകാലം പാർട്ടിയെ നെഞ്ചിലേറ്റിയ മറ്റൊരു ഗോവിന്ദൻ, TK ഗോവിന്ദൻ. തളിപ്പറമ്പിൽ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും മധുസൂദനന്റെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിലും പാർട്ടിയുടെ ജില്ലാ മണ്ഡലം കമ്മിറ്റികളിൽ കാര്യമായി വിയോജിപ്പുണ്ടെന്നും
ഈ എതിർപ്പുകൾ നേതൃത്വം ഗൗനിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വന്തം സഖാക്കൾ തന്നെയാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും മറ്റിടങ്ങളിലും എതിർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് എന്ന് CPM മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 3. 2021 മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട G. സുധാകരൻ അമ്പലപ്പുഴയിൽ CPM-ന്റെ സിറ്റിംഗ് MLA H. സലാമിനെ 27,000 വോട്ടിന്റെ ലീഡിൽ പരാജയപ്പെടുത്തി. അതും CPM-ന് ധ്യാന വിഷയമാകേണ്ടതാണ്. പാർട്ടി പുറത്താക്കിയ ഈ 3 പേരും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, പാർട്ടി അണികൾ തന്നെ CPM-നെ എങ്ങനെ കാണുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. മധുരപ്രതികാരം എന്നൊരു പ്രയോഗം ഏറ്റവും ഇണങ്ങുന്ന ഒരു വിജയം CPM-ന്റെ മുഖത്ത് കിട്ടിയ ഒരു ഇടിയ കൂടിയായി. പിണറായിയുടെ നവകേരള ആഡംബര യാത്രയ്ക്ക് നേരെ കരിങ്കൊടി വീശി എന്ന മഹാപാതകത്തിന് പിണറായിയുടെ കൂലി പോലീസ് തല്ലിച്ചതച്ച AD തോമസ് എന്ന യുവാവ് CPM-ന്റെ സിറ്റിംഗ് MLA ചിത്തരഞ്ജനെ തറപറ്റിച്ചതിനെ മധുരപ്രതികാരം എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കുക? സ്വന്തം പഠനത്തിനും കുടുംബത്തെ പോറ്റുന്നതിനും വേണ്ടി കടലിൽ പോയി മീൻ പിടിക്കുന്ന തോമസ് എന്ന ചെറുപ്പക്കാരനെയാണ് പോലീസ് അന്ന് തല്ലിച്ചതച്ചത്. അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയുടെ MLA ആണ്. തിരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഉണ്ടെന്നുള്ള സാമാന്യവാദത്തിൽ ഒളിക്കാൻ നോക്കിയാലും മന്ത്രിയായിരുന്നിട്ട് പോലും ജനങ്ങളുടെ തൃപ്തിയോ വിശ്വാസമോ നേടാൻ കഴിയാതെ തകർന്നു വീണ 13 മന്ത്രിമാരുടെ പരാജയവും കേരളം നന്നായി ആഘോഷിക്കുന്നുണ്ട്. ഇത്രയും പേർ തോറ്റത് എങ്ങനെ എന്നല്ല ഇപ്പോൾ മലയാളികൾ ആലോചിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെ ഇത്രയും കാലം മന്ത്രിമാരായി കേരളത്തെ ഭരിച്ചു എന്നാണ്. മത്സരിച്ച ഒരു സീറ്റിലും വോട്ടെണ്ണൽ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ലീഡ് നേടാതെ തകർന്നടിഞ്ഞ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിന്റെ തോൽവിയും ജനം ആഘോഷിക്കുകയാണ്. 1965 മുതൽ 2019 മരിക്കുന്നത് വരെ 54 വർഷം MLA ആയിരുന്ന അലറുന്ന സാമാജികന്റെ പുത്രന്റെ ദയനീയ പതനം വിലപ്പെട്ട പാഠമാണ്. അധികാരമോഹമല്ലാതെ ആദർശങ്ങളുടെയോ നിലപാടുകളുടെയോ അടിത്തറയില്ലാത്ത ഈ പാർട്ടിക്കും അന്ത്യയാത്ര ചൊല്ലാൻ സമയമായി. CPM-ന്റെ കോട്ടകളായി കരുതപ്പെട്ടിരുന്നിടത്തൊക്കെ CPM-നെ താരതമ്യേന നിസ്സാരർ തകർത്തത് മുമ്പൊരിക്കലുമില്ലാത്തത്ര വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ്. LDF കൺവീനർ TP രാമകൃഷ്ണനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹല്യ എന്ന നവാഗത പെൺകുട്ടി ശരിക്കും മലർത്തിയടിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA എന്ന ചരിത്രവും കുറിച്ചു. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണനും സമാനമായ നേട്ടം കൈവരിച്ചു. 30 കൊല്ലം MLA-യും 10 വർഷം മന്ത്രിയുമായിരുന്ന AK ശശീന്ദ്രനെ 12,000 വോട്ടിന് പരാജയപ്പെടുത്തി വിദ്യ കന്നി മത്സരത്തിൽ വിജയം കൊയ്തു. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം 85,327 വോട്ട് നേടിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി പുതിയൊരു ചരിത്രം കുറിച്ചതിന്റെ മാജിക് ഗവേഷണം ചെയ്യാനുള്ള ഒരു വിഷയമാണ്. CPIM-ന്റെ കുത്തക സീറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വൈക്കത്തെ ബിനിമോന്റെ വിജയവും 26 വർഷമായി പാർട്ടി കൈയടക്കി വെച്ചിരുന്ന ഉടുമ്പൻചോലയിലെ സേനാപതി വേണുവിന്റെ തകർപ്പൻ ജയവും ചെങ്കൊടി പാർട്ടി പ്രത്യേക പഠനത്തിന് വിഷയമാക്കേണ്ടതാണ്. പഠനത്തിൽ അത്ര മിടുക്കരല്ലാത്ത ചില കുട്ടികൾ പരീക്ഷ കഴിയുമ്പോൾ പറയാറില്ലേ, പാസ്സാവും, ഫസ്റ്റ് ക്ലാസ് കിട്ടും, ഡിസ്റ്റിങ്ഷൻ കിട്ടും, 100 കിട്ടും എന്നൊക്കെ. എന്തൊക്കെയാണ് എഴുതി വെച്ചതെന്ന് അവർക്ക് നല്ല തിട്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് പിണറായി വിജയനും കൂട്ടരും ഈ തിരഞ്ഞെടുപ്പ് ഫലം അടുത്ത ദിവസങ്ങളിൽ പോലും 100-ലധികം സീറ്റുമായി ഞങ്ങൾ ഭരണം തുടരും എന്ന് പറഞ്ഞത്. ഇത്ര കാലവും ഭരണത്തിലിരുന്നിട്ടും സ്വന്തം അവസ്ഥയും നിലവാരവും ജനപ്രീതിയും എത്ര മാത്രം ഉണ്ടെന്ന് അളക്കാൻ കഴിയാതെ പോയ മണ്ടത്തരത്തിൻ്റെതാണ് ഇത്തരം പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വിളിച്ചു പറയലും. 100 കോടി അഭിവാദ്യങ്ങൾ ഇന്നി പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. ഇന്നി പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതരാതെ പോരാടിയ ധീര സഖാവാണ്. എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതരാതെ പോരാടിയ ധീര സഖാവാണ്. ആകെ കൂടി നോക്കുമ്പോൾ ഒരു അവസാന വിധി ഇങ്ങനെ കുറിക്കാം, എന്റെ കഥ തീർന്നടാ മോനെ എന്ന് ആരോ പാർട്ടിയോട് പറയുന്നുണ്ട്. പെട്ടിക്ക് ആണി അടിക്കുന്നുണ്ട്. അതിന് ബംഗാളിലേക്ക് നോക്കിയാൽ മതി. സർവരാജ്യ തൊഴിലാളി പാർട്ടി 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ നിന്ന്
30 ലക്ഷം തൊഴിലാളികൾ ഉപജീവനത്തിനായി കേരളത്തിൽ അഭയം തേടി. 2021 ഒറ്റ സീറ്റ് പോലും കിട്ടാതെ ബംഗാളിൽ തകർന്ന പാർട്ടിക്ക് ഇത്തവണ ഒരു സീറ്റ് കിട്ടി എന്ന് നെടുവീർപ്പിടാം. തൊഴിലാളി പാർട്ടിയുടെ സീറ്റെല്ലാം BJP കൊണ്ടുപോയി. അതാണ് കേരളത്തിലും ഈ പാർട്ടിയെ കാത്തിരിക്കുന്ന വിധി. ബുദ്ധിജീവി പ്രതിച്ഛായ ചുമക്കുന്ന MA ബേബി ഒരു തമാശ പറഞ്ഞു. ഇത് ഭരണവിരുദ്ധ വിധിയല്ല. പിന്നെ എന്തിനെതിരെയാണ് എന്ന് ബേബി വ്യക്തമാക്കുന്നുമില്ല. ഭരണത്തിന് അനുകൂലമായ വിധിയാണോ? ഇനി ഒരു വാൽകൃഷ്ണൻ UDF നേതൃത്വത്തോടാണ്. പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ ആകരുത് ഈ മഹാവിജയം. നിങ്ങൾ നന്നായി ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു.